വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രണ്ടാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം നോക്കാം. ഗൃഹീത യദുപബന്ധമമുഷ്യമാതാ ശുൽഭം സുതസ്യ നതു തത്തദമുഷ്യമാതി യജ്ജൃംഭതോസ്യ വദനേ ഭുവനാനി ഗോപീ സംവീക്ഷ്യ ശങ്കിതമനാഃ പ്രതിബോധിതാസീത്. എന്താ ഇവിടെ സന്ദർഭം? യശോദാദേവി കൃഷ്ണനെ കെട്ടിയിടാനായിട്ട് കുറേ കയറുകൾ വെച്ച് കൂട്ടിയിട്ടും കെട്ടാൻ സാധിക്കുന്നില്ല. ഒരലിൻ്റെ മുകളിൽ കൃഷ്ണനെ കെട്ടാൻ സാധിക്കുന്നില്ല, നീളം പോരാതെ വന്നു. ആ ഒരു രംഗം വർണ്ണിച്ചു. പിന്നീട് ഒരിക്കൽ ഭഗവാൻ കോട്ടുവ ഇട്ട സമയത്ത് കൃഷ്ണൻ്റെ വായിൽ ബ്രഹ്മാണ്ടം മുഴുവൻ കണ്ടു യശോദ. അങ്ങനെ ആശ്ചര്യപ്പെട്ടു എന്നല്ല, ഇവിടെ ആശ്ചര്യപ്പെടും, വരാൻ പോണ കാര്യം പറയില്ലേ. അപ്പോൾ അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഗൃഹീത യദ്യതുപബന്ധമമുഷ്യമാതാ ശുൽഭം സുതസ്യ നതു തത്തദമുഷ്യമാതി. ഗൃഹീത യത് യത് എന്താ പറയണത്? ഗൃഹീത എടുത്താലും, യത് യത് ഏത് ഏത് എന്നർത്ഥം. അമുഷ്യ ഇവൻ്റെ, ഇവിടെ ഈ കൃഷ്ണൻ്റെ, ഈ ഗോപപാലൻ്റെ. ഉപബന്ധം ബന്ധന സാധനമായി എന്നർത്ഥം. നമുക്ക് അന്വയാർത്ഥം നോക്കാം. അമുഷ്യ മാത ഈ കൃഷ്ണൻ്റെ അമ്മ യശോദ, സുതസ്യ ഉപബന്ധം മകൻ്റെ, സുതസ്യ മകൻ്റെ ഉപബന്ധം ബന്ധന സാധനമായി. യത് യത് ശുൽഭം ഏത് യത് ശുൽഭം കയറ് ഗൃഹീത എടുത്താലും, ഈ കൃഷ്ണനെ ബന്ധിക്കാനായിട്ട് ആ അമ്മ ഏതേത് കയറെടുത്താലും തത്ത് തത്ത് അമുഷ്യത്തു നമാതി അതൊന്നും, അമുഷ്യത്തു ഇവനാകട്ടെ നമാതി അളവൊക്കയില്ല എന്നർത്ഥം. മാപനം എന്ന് പറഞ്ഞാൽ അളക്കുക എന്നാണ്. മാതി എന്ന് പറഞ്ഞാൽ അളക്കുക. നമാതി പറഞ്ഞാൽ ഇവന് അളവൊക്കുന്നില്ല. ജൃംഭത ജൃംഭണം എന്ന് പറഞ്ഞാൽ കോട്ടുവായ. അപ്പോൾ ഇവിടെ ജൃംഭത കോട്ടുവായിടുന്ന അസ്യ ഇവൻ്റെ, ഈ കൃഷ്ണൻ്റെ വദനേ വായിൽ ഭുവനാനി സംവീക്ഷ്യ ലോകങ്ങളെയെല്ലാം കണ്ടിട്ട് ഗോപി ഗോപി ഇവിടെ യശോദ എന്നർത്ഥം. ശങ്കിതമനാഹ ഉള്ളിൽ ആശങ്ക ഉണ്ടായി. പ്രതിബോധിത ആസീത് പിന്നെ പ്രബുദ്ധയായി ഭവിച്ചു. യത് ദിവ്യം ഇവ ഈ കാര്യങ്ങളൊക്കെ ദിവ്യമാണ്, അതിമാനുഷം ആണ് എന്നർത്ഥം. വരാൻ പോണ കാര്യം പറയാണ്. ഇനി ഒരിക്കൽ ഈ കൃഷ്ണൻ്റെ അമ്മയായ യശോദ ഭഗവാനെ കെട്ടിയിടാൻ ഏതേത് കയറിനെ എടുത്തുവോ അതൊക്കെ തികയാതെ വന്നു. ആ ഒരു രംഗം പിന്നീട് കൃഷ്ണൻ കോട്ടുവായിട്ടപ്പോൾ ആ അമ്മ കൃഷ്ണൻ്റെ വായ്ക്കുള്ളിൽ ലോകങ്ങളെയൊക്കെ കണ്ടിട്ട് ശങ്കിച്ചു. ഒടുവിൽ ആ കൃഷ്ണമാഹാത്മ്യം അറിഞ്ഞവളായി തീരുകയും ചെയ്തു. തൈലി ഗൃഹീത യദുപബന്ധമമുഷ്യമാതാ ശുൽഭം സുതസ്യ നതു തത്തദമുഷ്യമാതി യജ്ജൃംഭതോസ്യ വദനേ ഭുവനാനി ഗോപീ സംവീക്ഷ്യ ശങ്കിതമനാഃ പ്രതിബോധിതാസീത്. 31-ാമത്തെ ശ്ലോകം. നന്ദം ച മോക്ഷ്യതി ഭയാദ്വരുണസ്യ പാശാദ് ഗോപാൻ ബിലേഷു പിഹിതാന്മയസൂനുനാ ച അന്യാപൃതം നിശിശയാനമതിശ്രമേണ ലോകം വികുണ്ഠമുപനേഷ്യതി ഗോകുലം സ്മ. എന്താ അവിടെ വിഷയം?
വരുണൻ്റെ ഭൃത്യൻ നന്ദഗോപരെ വരുണലോകത്തിലേക്ക് അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടേക്ക് ഭഗവാൻ ചെന്ന് അച്ഛനെ വീണ്ടും കൊണ്ടുവരും. പിന്നീട് വ്യോമാസുരൻ ഗോപബാലന്മാരെ ഒരു ഗുഹയിലിട്ട് അടച്ചു ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആ വ്യോമാസുരനെ കൊന്ന് കുട്ടികളെ ഭഗവാൻ മോചിപ്പിക്കും. പിന്നീട് ആ ഗോകുലവാസികളെ ഒരു പരിശ്രമവും ഇല്ലാണ്ട് തന്നെ പ്രത്യേക അനുഷ്ഠാനമൊന്നും കൂടാതെ തന്നെ വൈകുണ്ഠലോകം കാണിച്ച് ഭഗവാൻ അവരെ അനുഗ്രഹിക്കും. അത് പറയാണ്. നന്ദം ച മോക്ഷ്യതി. നന്ദം നന്ദനെ നന്ദഗോപരെ മോക്ഷ്യതി മോചിപ്പിക്കും. എവിടുന്ന്? വരുണസ്യ പാശാത് വരുണൻ്റെ കയ്യിൽ നിന്ന്, പാശമാവുന്ന ആപത്തിൽ നിന്ന്. വരുണസ്യ പാശാത് ഭയാത് വരുണൻ്റെ പാശമാവുന്ന ആ വിഷമത്തിൽ നിന്ന്. നന്ദം ച നന്ദഗോപരെയും മയസൂനുന ബിലേഷു പിഹിതാൻ ഗോപാൻ ച മയസൂനുന മയൻ്റെ പുത്രനായ വ്യോമാസുരനാൽ ബിലേഷു ബിലം ഗുഹകളിൽ പിഹിതാൻ അടയ്ക്കപ്പെട്ട ഗോപാൻ ച ഗോപന്മാരെയും മോക്ഷ്യതി മോചിപ്പിക്കും. തൻ്റെ അച്ഛനായ നന്ദരെയും പിന്നെ വ്യോമാസുരൻ ഗുഹയിലിട്ടടച്ച ആ ഗോപബാലന്മാരെയും തൻ്റെ കൂട്ടുകാരെയും മോചിപ്പിക്കും. പിന്നെയോ അന്ഹി ആവൃതം നിശി അതിശ്രമേണ ശയാനം. പകൽ മുഴുവൻ, അന്ഹി പറഞ്ഞ പകൽ, അന്ഹി എന്ന് പറഞ്ഞാൽ പകലിൽ എന്നർത്ഥം. പകൽ സമയത്ത് പല പണികളിലും ഏർപ്പെട്ട് നിശി രാത്രി അതിശ്രമേണ വലിയ ക്ഷീണത്തോടെ ശയാനം കിടന്നുറങ്ങുന്ന ഗോകുലം ഗോകുലത്തിലുള്ള ആളുകളെ എന്നർത്ഥം. ഗോകുലജനത്തെ വികുണ്ഠം ലോകം വൈകുണ്ഠമാകുന്ന ആ ലോകത്തിലേക്ക് ഉപനേഷ്യതി സ്മ കൊണ്ടുപോകും. അതും അത്ഭുതമാണ്. ഒരു ശ്രമമില്ലാണ്ട് കൊണ്ടുപോവുകയാണ്. അവർക്ക് പ്രത്യേകിച്ച് പരിശ്രമമൊന്നും ചെയ്തതായിട്ട് ഭാഗവതത്തിൽ കാണുന്നില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് വൈകുണ്ഠലോകം കാണാൻ സാധിക്കുകയാണ്. വ്യക്തമല്ലേ? ഈ കൃഷ്ണൻ നന്ദഗോപരെ വരണപാശരൂപമായ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കും. പിന്നീട് മയനെന്നാസുരൻ്റെ പുത്രനായ വ്യോമാസുരനാൽ ഗുഹയിൽ അടയ്ക്കപ്പെട്ട ആ കൂട്ടുകാരെ മോചിപ്പിക്കും. പകൽ മുഴുവൻ പല കളികളിലും പണികളിലും ഒക്കെ ഏർപ്പെട്ട് രാത്രി ക്ഷീണിച്ചുറങ്ങുന്നവരുമായ ആ ഗോകുലവാസികളെ ഒരു പരിശ്രമവും ഇല്ലാണ്ട് തന്നെ വൈകുണ്ഠത്തിൽ പ്രവേശിപ്പിക്കും ഭഗവാൻ. സ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ആശ്ചര്യം എന്നുള്ള സ്ഥലമാണ്. ആശ്ചര്യം തന്നെ. ഇതൊക്കെ അത്ഭുതമല്ലേ എന്നാണ്. നോക്കാം. നന്ദം ച മോക്ഷതി ഭയാത് വരുണസ്യ പാശാത് ഗോപാൻ ബിലേഷു പിഹിതാൻ മയസൂനുനാ ച അന്യാപൃതം നിശിശയാനമതിശ്രമേണ ലോകം വികുണ്ഠമുപനേഷ്യതി ഗോകുലം സ്മ. 32ാമത്തെ ശ്ലോകം നോക്കാം. ഗോപൈർമഖേ പ്രതിഹതേ വ്രജവിപ്ലവായ ദേവേഭിവർഷതി പശൂൻ കൃപയാരിരക്ഷുഃ ധർത്തോച്ഛിലീന്ദ്രമിവ സപ്തദിനാനി സപ്തവർഷോ മഹീധ്രമനഖൈകകരേ സലീലം. ഭഗവാന്റെ ലീല വർണ്ണിച്ചു വരികയാണ്. എന്താ പറയുന്നത്? 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന കാര്യം എന്താണ്? ഗോപന്മാർ യാഗം മുടക്കുമ്പോൾ ഇന്ദ്രൻ തൻ്റെ യാഗം മുടങ്ങി എന്നറിഞ്ഞ് ഗോകുലത്തെ നശിപ്പിക്കാനായിട്ട് പ്രളയകാല മേഘങ്ങളെ വിട്ടു ഭയങ്കരമായ മഴ പെയ്യിപ്പിക്കും. ആ സമയത്ത് ഭഗവാൻ ഗോകുലത്തെ രക്ഷിക്കാനായി ആ ഗോവർദ്ധന പർവ്വതത്തെ ഒരു കയ്യിൽ ഉയർത്തി കുട പോലെ പിടിച്ച് 7 ദിവസം അങ്ങനെ നിൽക്കും. അങ്ങനെ ഗോകുലവാസികളെ ഇന്ദ്രൻ്റെ ആ പേമാരിയിൽ നിന്ന് രക്ഷിക്കും. അതും എത്രാം വയസ്സിൽ? 7ാം വയസ്സിൽ നടക്കാൻ പോകുന്ന ലീല. അതാണ് വർണ്ണിച്ചത്. ഗോപൈർ മഖേ പ്രതിഹതേ. ഗോപൈഹി മഖേ പ്രതിഹതേ. ഗോപൈഹി ഗോപന്മാരാൽ, മഖേ പ്രതിഹതേ ആണ് യാഗം എന്നർത്ഥം. ഇന്ദ്രനുള്ള യാഗം, മഖം യാഗം. മഖേ പറഞ്ഞാൽ ഇന്ദ്രനുള്ള യാഗം. പ്രതിഹതേ മുടക്കപ്പെട്ടിരിക്കെ ദേവേ ഇന്ദ്രൻ
വ്രജവിപ്ലവായ അഭിവർഷതി, വ്രജത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് പേമാരി ചൊരിയുമ്പോൾ കൃപയാ പശൂൻ രിരക്ഷുഹു, കാരുണ്യത്താൽ പശുക്കളെ രക്ഷിക്കാൻ ഇച്ഛിച്ചുകൊണ്ട് സപ്തവർഷ 7 വയസ്സ് പ്രായമുള്ള ഭഗവാൻ അനഘൈകകരേ, ആയാസം ഇല്ലാതെ എളുപ്പത്തിൽ ഒരേ കയ്യിൽ മഹീധ്രം, ആ വലിയ പർവ്വതത്തെ ഗോവർദ്ധന ഗിരിയെ ഉച്ഛലീന്ദ്രം, അത് ശ്രദ്ധിക്കണം, ഉച്ഛിലീന്ദ്രമിവ, ഉച്ഛിലീന്ദ്രം എന്ന് പറഞ്ഞാൽ കൂണ്, ഉച്ഛിലീന്ദ്രം ഇവ കൂൺ എന്ന പോലെ സപ്തദിനാനി 7 ദിവസം മുഴുവൻ സലീലം ധർത്ത, സലീലം കളിയായിട്ട് ധർത്ത എടുത്തു നിന്നേക്കും എന്നാണ്. ഇന്ദ്രൻ ഗംഭീരമായിട്ട് മഴ പെയ്യിക്കുമ്പോൾ ഭഗവാൻ ഒരു കളിയായിട്ട്, എത്ര നിസ്സാരമാണ് ആ കൂണൊക്കെ പൊട്ടിക്കുക പറഞ്ഞാൽ, 7 വയസ്സ് കുട്ടിക്ക് ചെറിയൊരു കൂണ് പൊട്ടിക്കുക പറഞ്ഞാൽ എത്ര എളുപ്പമാണ്. ഇതുപോലെ ആ വലിയൊരു പർവ്വതത്തെ അങ്ങോട്ട് പൊട്ടിച്ച് തൻ്റെ കയ്യിൽ വെച്ച് 7 ദിവസം, അതും 7 വയസ്സായ ഭഗവാൻ ആ ഇന്ദ്രൻ പേമാരി വേയിച്ച് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുമ്പം അതൊരു കളിയായിട്ട് കണ്ട് തൻ്റെ ഗോകുലത്തെ രക്ഷിച്ചു, അല്ലെങ്കിൽ രക്ഷിക്കും എന്നുള്ളത് പറയുകയാണ്. വ്യക്തല്ലേ? ഗോപന്മാർ ഇന്ദ്രന് വേണ്ടി ചെയ്തിരുന്ന യാഗം നിർത്തിയപ്പോൾ ദേവേന്ദ്രൻ കോപിച്ച് ഗോകുലത്തെ നശിപ്പിക്കാനായി കഠിനമായി മഴ പെയ്യിക്കും. ആ മഴ കൊണ്ട് ദുഃഖിക്കുന്ന പശുക്കളെയും ഗോപബാലന്മാരെയും രക്ഷിക്കാൻ ആഗ്രഹിച്ച് ആ ഭഗവാൻ, അതും 7 വയസ്സുള്ളപ്പോൾ, വലിയൊരു ഗോവർദ്ധന പർവ്വതത്തെ ഒരു 7 വയസ്സ് ബാലൻ കൂണിനെ എന്ന പോലെ കളിയായി എടുത്തു കുടപിടിക്കും. അതാണ് വർണ്ണിച്ചത്. നോക്കാം 33-ാമത്തെ ശ്ലോകം. ക്രീഡൻ വനേ നിശാകരരശ്മി ഗൗര്യാം രാസോന്മുഖകളപദായതമൂർച്ഛിതേന ഉദ്ദീപിതസ്മരരുജാം വ്രജഭൃദ്വധൂനാം ഹർത്തുർഹരിഷ്യതി ശിരോധനദാനുഗസ്യ. എന്താ വർണ്ണിക്കുന്നത്? ക്രീഡൻ വനേ, വനത്തിൽ, വൃന്ദാവനത്തിൽ ക്രീഡൻ വിഹരിച്ചുകൊണ്ട്, നിശാകരരശ്മി ഗൗര്യാം നിശി വനേ രാസോന്മുഖ ക്രീഡൻ, നിശാകരരശ്മി ഗൗര്യാം, ചന്ദ്രകിരണത്താൽ വെണ്മ പൂണ്ടിരിക്കുന്ന ആ മനോഹരമായ രാത്രിയിൽ, നിശി രാത്രിയിൽ, വനേ വൃന്ദാവനത്തിൽ, രാസോന്മുഖ രാസലീലയ്ക്ക് ഒരുങ്ങി, ക്രീഡൻ വിഹരിച്ചുകൊണ്ട്, കളപദായത മൂർച്ഛിതേന മനോഹരമായ പദങ്ങളുള്ളതും ദീർഘവും ആലോചനാമൃതവുമായ ഗാനങ്ങൾ ആലപിക്കുന്നത് കേട്ട് ഉദ്ദീപിത സ്മരരുജാം, ഉണർത്തപ്പെട്ട കാമാർത്തിയോടുകൂടി, ഉജ്ജ്വലിച്ച മന്മഥവികാരത്തോടു കൂടിയ വ്രജഭൃദ്വധൂനാം ആ ഗോപസ്ത്രീകളുടെ, ഹർത്തുഹു ധനദാനുഗസ്യ അപഹർത്താവാകുന്ന കുബേരാനുചരനായ ശംഖചൂടൻ്റെ ശിരഹ ഹരിഷ്യതി, ശിരസിനെ എടുത്തുകളയും. എന്താ അവിടെ സന്ദർഭം പറയണത്? എന്താ? ആ മനോഹരമായ രാത്രി, ചന്ദ്രകിരണങ്ങളാൽ നല്ല വെളുത്ത നിറമുള്ള രാത്രിയിൽ രാസക്രീഡാ മഹോത്സവം നടത്താനായി വനത്തിൽ പ്രവേശിക്കും. മനോഹരമായ പദങ്ങളുള്ളതും ദീർഘവും ആലോചനാമൃതവുമായ ഗാനങ്ങൾ ആലപിക്കുന്നത് കേട്ട് ഉജ്ജ്വലിച്ച മന്മഥവികാരത്തോടു കൂടിയ ഗോപസ്ത്രീകളെ കുബേരസേവകനായ ശംഖചൂടൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ വന്ന് ആ ശംഖചൂടൻ്റെ ശിരസിനെ ഛേദിക്കും, മുറിക്കും. അതാണ് ഇവിടെ വർണ്ണിച്ചത്. നിലാവുള്ള രാത്രിയിൽ വൃന്ദാവനത്തിൽ ഭഗവാന്റെ പാട്ട് കേട്ട് മയങ്ങി നിൽക്കുന്ന ആ ഗോപികളെ ശംഖചൂടൻ ഉപദ്രവിക്കാൻ ശ്രമിക്കും.
അപ്പോൾ ഭഗവാൻ അവനെ കൊന്ന് ഗോപസ്ത്രീകളെ മോചിപ്പിക്കും. ഇതാണ് പറഞ്ഞത്. നോക്കാം നമുക്കൊന്നും കൂടി ആ ഒരു ശ്ലോകം. ക്രീഡൻ വനേ നിശാകരരശ്മി ഗൗര്യാം രാസോന്മുഖകളപദായതമൂർച്ഛിതേന ഉദ്ദീപിത സ്മരരുജാം വ്രജഭൃദ്വധൂനാം ഹർത്തുർഹരിഷ്യതി ശിരോധനദാനുഗസ്യ. 34-ാമത്തെ ശ്ലോകം നോക്കാം. യേ ച പ്രലംബഖരദർദുരകേശ്യരിഷ്ടമല്ലേഭകംസയവനാഃ കുജപൗണ്ഡ്രകാദ്യാഃ അന്യേ ച സാൽവകപിബല്വലദന്തവക്ത്രസപ്തോക്ഷശംബരവിദൂരഥരുക്മിമുഖ്യാഃ. ഒരു ശ്ലോകം കൂടി നമുക്ക് നോക്കാം, 35-ാമത്തെ ശ്ലോകം കൂടി. അപ്പം അന്വയിക്കാൻ എളുപ്പമുണ്ട്. യേവാമൃധേ സമിതിശാലിന ആത്തചാപാഃ കാംബോജമത്സ്യകുരുകൈകയസൃഞ്ജയാദ്യാഃ യാസ്യന്ത്യദർശനമലം ബലപാർത്ഥഭീമവ്യാജാഹ്വയേന ഹരിണാ നിലയം തദീയം. 34, 35 എന്താ ആ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറയണത്? പ്രലംബൻ, ധേനുകൻ, ബകൻ, കേശി, അരിഷ്ടൻ, ചാണൂരൻ, മുഷ്ടികൻ, പിന്നീട് കുവലയാപീഠം എന്ന ആന, കംസൻ, കാലയവനൻ, നരകാസുരൻ, പൗണ്ഡ്രകൻ, സാൽവൻ, ദ്വിവിധൻ, ബല്വലൻ, ദന്തവക്ത്രൻ, പിന്നീട് നഗ്നജിത്തിൻ്റെ അതിശക്തരായ 7 കാളകൾ, ശംബരൻ, വിദൂരഥൻ, രുക്മി, ഇത്രയും പേരെയും, പിന്നെയോ ഭാരതയുദ്ധത്തിൽ പങ്കെടുക്കുന്നവരായ കാംബോജന്മാർ, വിരാടന്മാർ, കൗരവന്മാർ, കേകയന്മാർ, സൃഞ്ജയന്മാർ എന്നിവരെയും, ഇവരൊക്കെ ബലരാമൻ്റെ വേഷം കെട്ടിയും ഭീമസേനൻ്റെ വേഷം കെട്ടിയും അർജുനൻ്റെ വേഷം കെട്ടിയും, അല്ലെങ്കിൽ ബലരാമസ്വരൂപേണയും ഭീമസേന സ്വരൂപേണയും അർജുനസ്വരൂപേണയും ഭഗവാൻ സംഹരിക്കും. ഇവരുടെയൊക്കെ വേഷത്തിൽ സംഹരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അവരെല്ലാവരും വൈകുണ്ഠലോകത്ത് എത്തിച്ചേരുകയും ചെയ്യും. ഇവരിൽ ചിലരെയൊക്കെ ഭഗവാൻ നേരിട്ടും, ചിലരെ ബലരാമനായും, ചിലരെ ഭീമനായും, ചിലരെ അർജുനനായും സംഹരിക്കും. ബലരാമനായാലും ഭീമസേനനായാലും അർജുനനായാലും വാസ്തവത്തിൽ അവരെ സംഹരിക്കുന്നത് കാലസ്വരൂപനായ ശ്രീഹരി തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് വൈകുണ്ഠപ്രാപ്തി സാധിക്കും. അങ്ങനെ ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കും. ഇതാണ് ഭഗവാന്റെ ആ ശ്രീകൃഷ്ണാവതാരം. യേ ച പ്രലംബഖരദർദുരകേശരിഷ്ടമല്ലേഭകംസയവനാഃ കുജപൗണ്ഡ്രകാദ്യാഃ അന്യേ ച ശാല്വകപിബല്വലദന്തവക്ത്രസപ്തോക്ഷശംബരവിദൂരഥരുക്മിമുഖ്യാഃ. ആ പദങ്ങൾ മനസ്സിലാക്കി എളുപ്പത്തിൽ വായിക്കാൻ സാധിക്കും. പേരുകളാണ് അതൊക്കെ പറഞ്ഞത്. പ്രലംബൻ, പ്രലംബഖരദർദുരകേശരിഷ്ടമല്ലേഭകംസയവനാഃ, ഒരു പദമാണത്, സമസ്ത പദമാണ്. പ്രലംബൻ, ധേനുകൻ, ബകൻ, കേശി, അരിഷ്ടൻ, ചാണൂരാദി മല്ലന്മാർ, കുവലയാപീഠം, കംസൻ, കാലയവനൻ, ഇത്രയും പേരായി. കുജ പൗണ്ഡ്രകാദ്യാഹ, നരകാസുരൻ, പൗണ്ഡ്രകവാസുദേവൻ മുതലായ യേച്ച യാവചിലരും, ശാല്വകപിബല്വല ദന്തവക്ത്ര സപ്തോക്ഷശംബര വിദൂരഥ രുക്മിമുഖ്യാഹ. ശാല്വൻ, ദ്വിവിധൻ, കപി എന്നുള്ളത് ഇവിടെ ദ്വിവിധനെയാണ് ഉദ്ദേശിച്ചത്. ബല്വലൻ, ദന്തവക്ത്രൻ, പിന്നെ ആ 7 കൂറ്റൻ കാളകൾ ആരുടെ? നഗ്നജിത്തിൻ്റെ. പിന്നെ ശംബരാസുരൻ, വിദൂരഥൻ, രുക്മി തുടങ്ങിയുള്ള അന്യേച്ച മറ്റു ചിലരും മൃധേ മഹായുദ്ധത്തിൽ ആത്തചാപാഹ വില്ലേന്തിയ സമിതിശാലിനഃ രണവീരന്മാരായ കാംബോജ മത്സ്യ കുരു കേകയ സൃഞ്ജയാദ്യാഹ. കാംബോജന്മാർ, വിരാടന്മാർ, കൗരവന്മാർ, കേകയന്മാർ, സഞ്ജയന്മാർ എന്ന് തുടങ്ങിയുള്ള യാവചിലരും ബലഭീമ പാർത്ഥവ്യാജാഹ്വയേന, ബലഭദ്രൻ, ഭീമസേനൻ, അർജുനൻ എന്നിങ്ങനെയും വ്യാജാഹ്വയേന, അതൊക്കെ വ്യാജം ഇവരൊക്കെ ചെയ്യുന്നു എന്നുള്ള മട്ടിൽ ആരാ ചെയ്തത്? ഹരിണ, ആ ശ്രീഹരി തന്നെ. ശ്രീഹരി നിമിത്തം
അദർശനം തദീയം നിലയം, കാണാനാവാത്ത തദീയം തത്സംബന്ധിയായ നിലയം, ലോകത്തെ, ബ്രഹ്മലോകത്തെ അല്ലെങ്കിൽ വൈകുണ്ഠത്തെ അലം യാസ്യന്തി, പ്രാപിക്കുന്നതാണ്. ഇനി വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രലംബൻ മുതലായിട്ടുള്ള അസുരന്മാർ, പ്രലംബാസുരൻ വന്നു, പിന്നെ കഴുതയുടെ രൂപത്തിലെത്തിയ ധേനുകാസുരൻ, കൊക്കിൻ്റെ ആകൃതിയിലുള്ള ബകാസുരൻ, കുതിരയുടെ രൂപത്തിൽ വന്ന കേശി, പിന്നീട് അരിഷ്ടൻ, ചാണൂരൻ, മുഷ്ടികൻ മുതലായ മല്ലന്മാർ, കുവലയാപീഠം എന്ന ആന, പിന്നെ കംസൻ, യവനൻ, നരകാസുരൻ, പൗണ്ഡ്രകൻ, ബല്വലൻ, ദന്തവക്ത്രൻ, കാളയുടെ രൂപത്തിൽ എത്തിയ 7 അസുരന്മാർ, ശംബരൻ, വിദൂരഥൻ, രുക്മി മുതലായവർ, ഇവരൊക്കെ കൃഷ്ണനാൽ വധിക്കപ്പെടും. പിന്നെ യുദ്ധവീരന്മാരായ കാംഭോജന്മാർ, മത്സ്യദേശത്ത് ഉള്ളവർ, കുരുദേശത്തുകാർ, കേകയന്മാർ, സൃഞ്ജയദേശക്കാർ, ഇവരൊക്കെ ബലരാമൻ, ഭീമസേനൻ, അർജുനൻ ഇങ്ങനെയുള്ള കപടനാമത്തോടു കൂടിയ ഹരിനിമിത്തം, ഭഗവാൻ നിമിത്തം വധിക്കപ്പെടും. ഇവരെല്ലാം അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആ വൈകുണ്ഠത്തെ പ്രാപിക്കും. ബലരാമനും അർജുനനും ഭീമനും ഒക്കെ ആ ഭഗവാൻ ശ്രീഹരിയുടെ അംശങ്ങൾ തന്നെയാണെന്നുള്ളൊരു സൂചന ഇവിടെ തരികയാണ്. വ്യക്തല്ലേ? ഇനി 36-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. കാലേന മീലിതധിയാമവമൃശ്യ നൃണാം സ്തോകായുഷാം സ്വനിഗമോ ബത ദൂരപാരഃ ആവിർഹിതസ്ത്വനുയുഗം സഹി സത്യവത്യാം വേദദ്രുമം വിടപശോ വിഭജിഷ്യതി സ്മ. എന്താ പറയണത്? 36-ാമത്തെ ശ്ലോകത്തിൽ കാലേന മീലിതധിയാം അവമൃശ്യ നൃണാം സ്തോകായുഷാം സ്വനിഗമോ ബത ദൂരപാരഃ. എന്താർത്ഥം? കാലേന മീലിതധിയാം അവമൃശ്യ, കാലേന കാലഗതിയാൽ, മീലിതധിയാം സങ്കുചിത ബുദ്ധികളും, അവമൃശ്യ നൃണാം, അവമൃശ്യ പറഞ്ഞാൽ വിചാരിച്ച് എന്നാണ്. നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്. അന്വയം നോക്കി നമുക്ക് എളുപ്പത്തിൽ അർത്ഥം കിട്ടും. അനുയുഗം തു കാലേന മീലിതധിയാം സ്തോകായുഷാം നൃണാം സ്വനിഗമഃ ദൂരപാരഃ അവമൃശ്യ സഹാഹി സത്യവത്യാം ആവിർഹിതഃ വേദദ്രുമം വിടപശഃ വിഭജിഷ്യതി ബത സ്മ. അനുയുഗം തു, യുഗം തോറും, കാലേന കാലഗതിയാൽ, മീലിതധിയാം സങ്കുചിത ബുദ്ധികളും, സ്തോകായുഷാം അല്പായുസ്സുകളുമായ, നൃണാം മനുഷ്യർക്ക്, സ്വനിഗമഃ സ്വനിർമ്മിതമായ വേദവചനം, ദൂരപാരഃ ദുർഗമം ആകുന്നു എന്ന് അവമൃശ്യ കണ്ടിട്ട് അല്ലെങ്കിൽ വിചാരിച്ച്, സഹാഹി ആ ഭഗവാൻ തന്നെ, ആ ശ്രീഹരി തന്നെ, സത്യവത്യാം ആവിർഹിതഃ സത്യവതിയിൽ അവതീർണനായി, ഏത് പേരിൽ? വ്യാസനായിട്ട് അവതരിച്ച്, വേദദ്രുമം വേദമാകുന്ന ആ വൃക്ഷത്തെ, വിടപശഃ ശാഖകളായിട്ട്, വിഭജിഷ്യതി തരംതിരിച്ചു വയ്ക്കും, ബത സ്മ അദ്ഭുതം എന്നർത്ഥം. ഓരോരോ യുഗത്തിലും കാലത്താൽ കുറഞ്ഞു വരുന്ന ബുദ്ധിയോടും ആയുസ്സോടും കൂടിയ മനുഷ്യർക്ക് വേദത്തെ അറിയാൻ കഴിയാത്തതായി തീരും എന്ന് വിചാരിച്ച് ആ ഭഗവാൻ സത്യവതിയിൽ വ്യാസനായി അവതരിച്ചിട്ട് വേദമാകുന്ന വൃക്ഷത്തെ ശാഖകളായിട്ട് വിഭജിക്കും, വേദത്തെ വ്യസിക്കും എന്നർത്ഥം. അങ്ങനെയാണ് വേദവ്യാസൻ എന്ന് പേര് വരുന്നത്. ഭഗവാൻ തന്നെയാണത്, ഭഗവാന്റെ അവതാരം തന്നെയായിട്ടാണ് വ്യാസരെ കണക്കാക്കുക. വ്യക്തല്ലേ? കലികാലത്ത് ജനിക്കുന്നവർ അല്പായുസ്സുകളും ബുദ്ധിശക്തി കുറഞ്ഞവരുമായി തീരും. അവർക്ക് വേദത്തിൻ്റെ താല്പര്യം അറിയാൻ വിഷമം വരും. വേദം മുഴുവൻ പഠിക്കാനുള്ള ക്ഷമയോ അതിനുള്ള ബുദ്ധിശക്തിയോ ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ സത്യവതിയുടെ പുത്രനായി വ്യാസൻ എന്ന പേരിൽ അവതരിച്ച്
വേദങ്ങളെ പല ശാഖകളായി വിഭജിച്ച് ലോകത്തിൽ പ്രചരിപ്പിക്കും. ഇതാണ് വേദവ്യാസാവതാരം. 37-ാമത്തെ ശ്ലോകം നോക്കാം. ദേവദ്വിഷാം നിഗമവർത്മനി നിഷ്ഠിതാനാം പൂർഭിർമയേന വിഹിതാഭിരദൃശ്യതൂർഭിഃ ലോകാൻ ഘ്നതാം മതിവിമോഹമതിപ്രലോഭം വേഷം വിധായ ബഹുഭാഷ്യത ഔപധർമ്മ്യം. ഈ കലിയുഗത്തിൽ ത്രിപുരന്മാർ എന്ന അസുരന്മാർ മഹാശക്തന്മാരായിത്തീരും. അവർ ദേവന്മാരെ വല്ലാതെ ഉപദ്രവിക്കും. വൈദിക കർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവരായതിനാൽ അവരെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ തന്നെ ബുദ്ധൻ എന്ന പേരിൽ അവതരിച്ച് വേദവിരുദ്ധമായ പാഖണ്ഡമതത്തെ ഉപദേശിച്ച് അവരെ വേദഭ്രഷ്ടരാക്കി തീർക്കും. അതാണ് ബുദ്ധാവതാരം. അത് വർണ്ണിച്ചതാണ് ഇവിടെ. നിഗമവർത്മനി നിഷ്ഠിതാനാം, വേദമാർഗത്തിൽ നിഷ്ഠയുള്ളവരും, മയേന വിഹിതാഭിഹി, മയാസുരനാൽ ഉണ്ടാക്കപ്പെട്ട അദൃശ്യതൂർഭിഹി, കാണാനാവാത്ത വേഗത്തോടു കൂടിയ പൂർഭിഹി, പുരികളാൽ, ലോകാൻ, ലോകവാസികളെ, ഘ്നതാം, ഹിംസിക്കുന്നവരും. അവർ വേദത്തിലെ കർമ്മകാണ്ഡത്തിൽ ശ്രദ്ധയുള്ളവരാ. പക്ഷെ ഉപനിഷത്തിൽ ശ്രദ്ധയില്ല, ജ്ഞാനമാർഗത്തിൽ ശ്രദ്ധയില്ല. കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് ചില അനുഷ്ഠാനങ്ങളൊക്കെ കൂടി അവർ ദേവന്മാരെ ഉപദ്രവിക്കുകയാണ്. ദേവദ്വിഷാം, ദേവവിരോധികളുമായ ത്രിപുരാസുരന്മാരുടെ മതിവിമോഹമതിപ്രലോഭം, ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നതും ബുദ്ധിയെ പ്രലോഭിപ്പിക്കുന്നതുമായ വേഷം, ബുദ്ധസന്യാസി വേഷം ധരിച്ച് ഔപധർമ്മ്യം, വേദവിരുദ്ധമായ ആ പാഖണ്ഡധർമ്മത്തെ ബഹുഭാഷ്യത, പലതും ഉപദേശിക്കും. ദേവദ്വിഷാം നിഗമവർത്മനി നിഷ്ഠിതാനാം, ആ ത്രിപുരന്മാർ ഈ കലികാലത്ത് ശക്തി കൂടുന്നതാണ്. അവർ ദേവന്മാരെ വല്ലാതെ ഉപദ്രവിക്കും. എന്നാൽ നിഗമവർത്മനി നിഷ്ഠിതാനാം, നിഗമത്തിൽ വേദത്തിൽ നിഷ്ഠയുള്ളവരെ ഇല്ലാണ്ടിയാക്കാൻ അത്ര എളുപ്പമല്ല. കാരണം അവർ വൈദിക കർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവരാണ്. അതിലെ ഉപനിഷത്ത് ശ്രദ്ധിക്കില്ല എന്നേ ഉള്ളൂ. കർമ്മകാണ്ഡത്തിൽ നല്ല നിഷ്ഠയുള്ളവരാ. അപ്പോൾ അവരതിൽ നിന്ന് വഴിതെറ്റിക്കാനായി ഭഗവാൻ ബുദ്ധൻ എന്ന പേരിൽ അവതരിച്ച് വേദവിരുദ്ധമായ പാഖണ്ഡമതത്തെ ഉപദേശിച്ച് അവരെ വേദഭ്രഷ്ടരാക്കി തീർക്കുന്നതാണ്. വ്യക്തമായില്ലേ? ഇപ്പം വേദത്തിലെ കർമ്മകാണ്ഡത്തെ അല്ല ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിക്കാം, തെറ്റില്ല. ഉള്ളിലുള്ള ആ വിഷയവാസന അടങ്ങട്ടെ. എന്നിട്ട് മെല്ലെ മെല്ലെ ഉപനിഷത്തിലേക്ക് ശ്രദ്ധിക്കണം, ജ്ഞാനകാണ്ഡത്തിലേക്ക് ശ്രദ്ധിക്കണം. അതിലൂടെയാണ് ചിത്തശുദ്ധി ഉണ്ടാവുക, ഹൃദയം ശുദ്ധമാവുക, ശാന്തി അനുഭവിക്കുക. അതാണ് മുഖ്യം. അത് മറന്നു പോകരുതെന്ന് കാണിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. 38-ാമത്തെ ശ്ലോകം നോക്കാം. യർഹ്യാലയേഷ്വപി സതാം ന ഹരേഃ കഥാസ്യുഃ പാഖണ്ഡിനോ ദ്വിജജനാ വൃഷളാ നൃദേവാഃ സ്വാഹാ സ്വധാ വഷഡിതി സ്മ ഗിരോ ന യത്ര ശാസ്താ ഭവിഷ്യതി കലേർഭഗവാൻ യുഗാന്തേ. എന്താ പറഞ്ഞിരിക്കുന്നത്? കലിയുഗത്തിൻ്റെ അവസാനത്തിൽ സജ്ജനങ്ങളുടെ ഗൃഹങ്ങളിൽ പോലും ഭഗവാന്റെ നാമജപം ഇല്ലാണ്ടായിത്തീരും. ബ്രാഹ്മണരൊക്കെ പാഖണ്ഡരായിത്തീരും. അവരൊക്കെ വേദം പഠിക്കാതെയാവും. അറിവില്ലാത്തവരൊക്കെ രാജാക്കന്മാരായിത്തീരും. സ്വാഹ, സ്വധ എന്നീ വൈദിക ശബ്ദങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അതൊന്നും കേൾക്കാണ്ടാവും. യാഗങ്ങൾ ഇല്ലാണ്ടാവും എന്നർത്ഥം. യാഗം ഇല്ലാണ്ടാവും, നാമജപം ഇല്ലാണ്ടാവും, പുരാണപാരായണം ഇല്ലാണ്ടാവും. ആ സന്ദർഭത്തിൽ ഭഗവാൻ കൽക്കിയെ അവതരിച്ച് അധർമ്മികളെ മുഴുവൻ സംഹരിക്കും. ഇതാണ് ഭഗവാന്റെ കൽക്കി അവതാരം. അതാണ് സൂചിപ്പിച്ചത്. യർഹ്യാവയേഷ്വപി സതാം ന ഹരേഃ കഥാസ്യുഃ. യുഗാന്തേ യർഹി സതാം ആലയേഷു അപി ഹരേഃ കഥാഃ ന സ്യുഃ. യുഗാവസാനത്തിൽ യർഹി, എപ്പോൾ, സതാം ആലയേഷു, സജ്ജനങ്ങളുടെ ഭവനങ്ങളിൽ കൂടി
സജ്ജനങ്ങളുടെ ഗൃഹങ്ങളിലും കൂടി ഹരേഹേ കഥാഹ നസ്യുഹു, ഭഗവാന്റെ കഥകളില്ലാതെയാകുമോ? ദ്വിജജനാഹ, ബ്രാഹ്മണാദി ത്രൈവർണികന്മാർ, ബ്രാഹ്മണർ, പാഖണ്ഡിനാഹ, ദേവവിരുദ്ധന്മാരായും, വൃഷളാഹ നൃദേവാഹ, അറിവില്ലാത്തവർ ജനനായകന്മാരായും ഭവിക്കും. ബ്രാഹ്മണർ അവർ വേദം പഠിക്കേണ്ടിയാവും, അറിവില്ലാത്തവർ രാജാക്കന്മാരാവും. എത്ര, എപ്പോഴാണോ എപ്പോൾ സ്വാഹാ സ്വധാ വഷഡിതി, സ്വാഹ എന്നോ സ്വധ എന്നോ വഷഡ് എന്നോ കേൾക്കാണ്ടിയാവും. സ്വാഹാകാരം അത് അഗ്നിപ്രീതികരം ആണ്. അഗ്നയേ സ്വാഹ, പിതൃഭ്യ സ്വധ, പിന്നെയോ വഷഡിന്ദ്രായ ആണ്. അഗ്നിയെ പ്രീതിപ്പെടുത്താനാണ് അഗ്നയെ സ്വാഹ എന്ന് പറയുന്നത്. പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ സ്വധ എന്ന് പറയും. ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വഷഡ് എന്ന് പറയും. ഇതൊക്കെ മന്ത്രവചനങ്ങളാണ്. അതൊക്കെ ഇല്ലാണ്ടിയാവും എന്നർത്ഥം. യജ്ഞങ്ങളില്ലാണ്ടിയാവും, ശ്രാദ്ധാദി കർമ്മങ്ങളില്ലാണ്ടിയാവും, ഒക്കെ നശിക്കുന്നർത്ഥം. അതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അതാണ് സ്വാഹ സ്വധ വഷഡ്, ഇതൊക്കെ കേൾക്കാണ്ടിയാവും. ഗിരഹസ്മ, വാക്കുകൾ പോലും ഇല്ലാതെ വന്നേക്കാം, ഇല്ലാതെ വന്നേക്കുമോ? അപ്പോൾ ഭഗവാൻ കലേഹേ ശാസ്താ ഭവിഷ്യതി, ഭഗവാൻ കലികാലത്തിലെ ശാസ്താവായിട്ട് എന്ന് പറഞ്ഞാൽ കലിക്കിയായിട്ട് ഭവിഷ്യതി, അവതരിച്ചേക്കും. വരാൻ പോണ കാര്യം സൂചിപ്പിച്ചതാണ്. വ്യക്തല്ലേ? എപ്പോൾ സജ്ജനങ്ങളുടെ ഭവനങ്ങളിൽ പോലും ഭഗവാന്റെ കഥകൾ ആകുന്നു, ബ്രാഹ്മണർ പോലും ദൈവവിരോധികളായിട്ട് മാറും, ബുദ്ധിശക്തി ഇല്ലാത്തവരും വേണ്ടത്ര ലോകത്തെ രക്ഷിക്കാൻ സാധിക്കാത്തവരും രാജാക്കന്മാരായിട്ട് മാറും, യാഗാദി കർമ്മങ്ങൾ മുടങ്ങും. അതാണ് സ്വാഹ സ്വധ വഷഡ്. ഈ പദങ്ങളൊന്നും ഒരിടത്തും കേൾക്കാതെയാവും. ആ യുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ ഹരി തന്നെ, ശ്രീഹരി തന്നെ ആ കലിയെ നശിപ്പിക്കാനായി കൽക്കിയായി അവതരിക്കും. ഇതാണ് സൂചിപ്പിച്ചത്. നോക്കാം ഇനി 39-ാമത്തെ ശ്ലോകം. സർഗേ തപോഹമൃഷയോ നവയേ പ്രജേശാഃ സ്ഥാനേ ച ധർമ്മമഖമന്വമരാവനീശാഃ അന്തേ ത്വധർമ്മഹരമന്യുവശാസുരാദ്യാ മായാവിഭൂതയ ഇമാ പുരുഷക്തിഭാജഃ. എന്താ പറയണത്? സർഗേ, സൃഷ്ടി വിഷയത്തിൽ, തപഃ അഹം, തപസ് ഞാനും, തപസ് ഞാൻ. ഇവിടെ ബ്രഹ്മാവ് പറയണം. അപ്പം തപസ് ബ്രഹ്മാവ്, തപസ്വിയായ ബ്രഹ്മാവാകുന്ന ഞാൻ, 9 പ്രജാപതിമാർ, ഇവരിലൂടെയാണ് ഭഗവാൻ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മം, യാഗങ്ങൾ, മനുക്കൾ, രാജാക്കന്മാർ, ദേവന്മാർ, ഇവരിലൂടെ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നു. അധർമ്മം, രുദ്രൻ, സർപ്പങ്ങൾ, അസുരന്മാർ, ഇവരിലൂടെ അവസാനം ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നു. ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതൊക്കെ ഭഗവാന്റെ മായയാണ്, അല്ലെങ്കിൽ മായാവിഭൂതികളാണ്. ഇതെല്ലാം ഭഗവാൻ എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. സർഗേ, സൃഷ്ടി വിഷയത്തിൽ, തപഃ അഹം ഋഷയഃ നവപ്രജേശാഃ, സൃഷ്ടി വിഷയത്തിൽ തപസ് ഞാൻ, മരീച്യാദി ഋഷികൾ, 9 പ്രജാപതിമാർ, യേച്ച എന്നിവരെയും, സ്ഥാനേ, സ്ഥിതി വിഷയത്തിൽ, സ്ഥാനേ പറഞ്ഞ സ്ഥിതി വിഷയത്തിൽ, സൃഷ്ടി സ്ഥിതി സംഹാരം, അതിലെ സ്ഥിതി വിഷയത്തിൽ, ധർമ്മമഖമന്വമരാവനീശാഃ, ധർമ്മം യജ്ഞരൂപനായ വിഷ്ണു, സ്വയംഭൂമനു, ദേവകൾ, രാജാക്കന്മാർ എന്നിവരായും, അന്തേതു അവസാനം സംഹാരത്തിലാകട്ടെ, അധർമ്മഹരമന്യുവശാസുരാദ്യാഃ, അധർമ്മം രുദ്രൻ, മന്യു, നാഗങ്ങൾ, അസുരന്മാർ മുതലായവരായും, പുരുഷക്തിഭാജഃ, ഇങ്ങനെ പല ശക്തികളോ നിരവധി ശക്തികളായി, ഇമാഹ ഈദൃശങ്ങളായ, മായാവിഭൂതയ, ഇതൊക്കെ ഭഗവാന്റെ ആ മായാഗുണാവതാരങ്ങൾ ആണ്. ഇങ്ങനെയൊക്കെയായി പ്രത്യക്ഷപ്പെടുന്നത് ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്, ഭഗവാന്റെ മായ തന്നെയാണെന്ന് അർത്ഥം. ബ്രഹ്മാവും
ഋഷികളും രുദ്രനും സർപ്പവും എന്തൊക്കെ കാണുന്നുണ്ടോ ഒക്കെ സൃഷ്ടിയെ സഹായിക്കുന്നതും പരിപാലിക്കാൻ സഹായിക്കുന്നതും സംഹരിക്കാനുള്ള ശക്തിയും ഒക്കെ ഭഗവാന്റെ വിഭൂതികളാണ്, ഭഗവാന്റെ അവതാരങ്ങളാണ്. അതാണ് താല്പര്യം. സൃഷ്ടിയിൽ തപസ്വരൂപനായ ബ്രഹ്മാവും ഋഷികളും പ്രജാപതികളായ 9 പേരും, പരിപാലിക്കുന്ന ധർമ്മദേവനും യാഗസ്വരൂപനായ വിഷ്ണുവും മനുക്കളും ദേവന്മാരും രാജാക്കന്മാരും, ഇനി സംഹരിക്കുന്ന കാര്യത്തിൽ അധർമ്മവും രുദ്രനും സർപ്പങ്ങളും അസുരന്മാരുമായി ആരൊക്കെയുണ്ടോ അവരൊക്കെ ആ ഭഗവാന്റെ ശ്രീഹരിയുടെ മായാശക്തികളാണ്, ഭഗവാന്റെ അവതാരങ്ങളാണ്. ഇനി 40-ാമത്തെ ശ്ലോകം മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. വിഷ്ണോർന്നു വീര്യഗണനാം കഥമോർഹതീഹ യപ്പാർത്ഥിവാന്യപി കവിർവിമമേ രജാംസി ചസ്കംഭയസ്വരം ഹസാസ്ഖലതാതൃപൃഷ്ഠം യസ്മാത് ത്രിസാമ്യസദനാദുരുകമ്പയാനം. എന്താ പറയണത്? 40-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ഇവിടെ ഭൂമിയിലെ മൺതരികളെ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് ഒരു പക്ഷേ ഒരു സമർത്ഥന് എണ്ണിക്കണക്കാക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ പോലും അത് സാധിച്ചാൽ പോലും, അത് സാധിക്കാത്ത കാര്യമാണ്, എന്നാലും പറയുകയാണ്, അത് സാധിച്ചാൽ പോലും ഭഗവാന്റെ മഹിമയെ മുഴുവൻ ആർക്കും വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല. ആ വാമനമൂർത്തി ത്രിവിക്രമനായി 3 ലോകങ്ങളും അളന്നെടുക്കുമ്പോൾ സത്യലോകം വരെയുള്ള 14 ലോകങ്ങളും ചലിക്കാൻ തുടങ്ങിയതാണ്. അവയെ ആ 14 ലോകങ്ങളെയും വീഴാതെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തിയതും ഈ ഭഗവാൻ തന്നെയാണ്. അതാണ് സൂചിപ്പിച്ചത്. ഭഗവാന്റെ മഹിമ ഒന്ന് പറയുകയാണ്. ഭൂമിയിലുള്ള മൺതരികൾ കണക്കാക്കി പറയുവാൻ കഴിയുന്നവന് പോലും വിഷ്ണുവിൻ്റെ ആ വീര്യവിഭൂതികളെ കൃത്യമായി പറയാൻ സാധിക്കില്ല എന്ന് സാരം. യഹ കവിഹി പാർത്ഥിവാനി രജാംസി വിമമേ. യാതൊരു പ്രതിഭാശാലിയായവൻ ഭൂമിയിലുള്ള ആ പൊടികളെ മുഴുവൻ അളന്ന് ഇത്ര എന്ന് പറയാൻ സാധിക്കുന്നുവോ, അല്ലെങ്കിൽ അളന്നിട്ട് ഇത്ര എന്ന് പറയാൻ ചിലപ്പോൾ അയാൾക്ക് സാധിച്ചേക്കാം. പക്ഷെ അങ്ങനെയുള്ള ആൾക്ക് പോലും വിഷ്ണോഹോ വീര്യഗണനാം, ഭഗവാന്റെ ആ മഹിമയെ പറയാൻ സാധിക്കില്ല. ആ ത്രിവിക്രമമൂർത്തി, ആ വാമനമൂർത്തി ത്രിവിക്രമനായ സമയത്ത് സ്വരംഹസ, തൻ്റെ ആ പദവിന്യാസത്തിൻ്റെ ഊക്കിൽ 14 ലോകങ്ങളും ചലിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ആ ഭഗവാന്റെ മഹിമ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിറയ്ക്കാൻ തുടങ്ങി, സത്യലോകം വരെ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. അപ്പം ഭഗവാൻ തൻ്റെ ശക്തി കൊണ്ട് അതിനെ മുഴുവൻ യസ്മാത് ചസ്കംഭ ഉറപ്പിച്ചു നിർത്തി നിർത്താം. ഈ ഒരു ശ്ലോകം വേദമന്ത്രം തന്നെയാണ്. വേദത്തിലും കാണാം, വിഷ്ണോർമുഖം വീര്യാണി പ്രവോചം യപ്പാർത്ഥിവാനി വിമമേ രജാംസി. അതന്നെയാണ് ഇവിടെ വർണ്ണിച്ചത്. വേദമന്ത്രത്തെ ഇവിടെ പരോക്ഷമായിട്ട് പരാമർശിക്കുകയാണ്. 41-ാമത്തെ ശ്ലോകം നോക്കാം. നാന്തം വിദാമ്യഹമമീമുനയോഗ്രജാസ്തേ മായാബലസ്യ പുരുഷസ്യ കുതോ പരേയേ ഗായൻ ഗുണാൻ ദശശതാനന ആദിദേവശേഷോധുനാപി സമവസ്യതി നാസ്യപാരം. എന്താ പറയണത്? ഈ ഭഗവാന്റെ, ഈ പരമപുരുഷൻ്റെ മായാബലത്തിൻ്റെ അവസാനം ബ്രഹ്മാവ് പറയുകയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, ബ്രഹ്മാവായി എനിക്ക് പോലും അറിയില്ല. നാരദരെ തനിക്ക് മുമ്പ് ജനിച്ച സനകാദികളും ശരിയായിട്ട് അറിയുന്നില്ല. ഇത്രയും അറിവുള്ള സനകാദികളും ഞാനും അറിയുന്നില്ലെങ്കിൽ പിന്നെ ആരറിയാനാണ്? ആദിദേവനായ ആദിശേഷൻ കൂടി ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടിത്തുടങ്ങിയിട്ട് ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നാന്തം വിദാമ്യഹമമീമുനയോഗ്രജാസ്തേ.
അല്ലയോ നാരദരെ, പുരുഷസ്യ മായാബലസ്യ അന്തം അഹം ന വിദാമി. ആ പരംപുരുഷൻ്റെ കഴിവിനെ പറ്റി, അതിൻ്റെ അറ്റത്തെ, ആ മായയ്ക്കുള്ളതായ കഴിവിൻ്റെ അറ്റത്തെ ഞാൻ അറിയുന്നില്ല. തേ അഗ്രജാഹ, നിനക്ക് മുമ്പുണ്ടായ സനകാദികളും, അമീ മുനയഹ, ഈ സനകാദികളും, യേ അപരേ, ഇനി മറ്റ് യാവചിലർ വേറെയുണ്ടോ അവരും, കുതഹ, പിന്നെ എങ്ങനെ, ദശശതാനനഹ, 1000 മുഖമുള്ള ആദിദേവ, ആദിദേവനായ ശേഷ, അനന്തൻ, അസ്യ ഗുണാൻ ഗായൻ, ഈ പരമപുരുഷൻ്റെ ഗുണങ്ങളെ ഗാനം ചെയ്തുകൊണ്ട്, അധുന അപി പാരം ന സമവസ്യതി, ഇപ്പോഴും കര കണ്ടിട്ടില്ല. ഭഗവാന്റെ മഹിമയ്ക്ക് അതിന് കണക്കില്ല എന്ന് പറയുകയാണ്. അളവറ്റ മഹിമ. ബ്രഹ്മാവായ എനിക്കോ സനകാദി ഋഷിമാർക്കോ ഭഗവാന്റെ മായയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പിന്നെ മറ്റുള്ളവർ അറിയില്ലെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? 1000 തലയുള്ള ആദിശേഷൻ ഇത്ര കാലം വർണ്ണിച്ചിട്ടും ഭഗവാന്റെ മഹിമ തീർന്നിട്ടില്ല, ഇപ്പോഴും പറഞ്ഞ് കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. 42-ാമത്തെ ശ്ലോകം. യേഷാം സ ഏവ ഭഗവാൻ ദയയേദനന്ദ സർവാത്മനാശ്രിതപദോ യതി നിർവ്യളീകം തേ ദുസ്തരാമതിതരന്തി ച ദേവമായാം നൈഷാം മമാഹമിതി ധീഹി ശ്വസൃഗാലഭക്ഷ്യേ. എന്താ പറയണത്? സർവാത്മാവായിരിക്കുന്ന ഭഗവാന്റെ ആ പാദകമലത്തെ സർവാത്മന ആശ്രയിക്കുന്നവരിൽ ഭഗവാന് കാരുണ്യമുണ്ടായിരിക്കും. അവരാവട്ടെ മറ്റുള്ളവർക്ക് കടക്കാൻ കഴിയാത്ത ആ ഈശ്വരമായയെ കടക്കും. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ആ മായയെ ജയിക്കാൻ സാധിക്കും, ആ മായതത്വത്തെ അറിയാൻ സാധിക്കും. അങ്ങനെ മായയെ ജയിച്ച അവർക്ക് ഈ തുച്ഛമായ ശരീരത്തിൽ, നായയ്ക്കും കുറുക്കനും ഭക്ഷണമായി തീരുന്ന ഈ ശരീരത്തിൽ ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമാവാൻ ആഗ്രഹിക്കുകയാണ് വേണ്ടത്. ഭഗവത് കാരുണ്യമുണ്ടാകുമ്പോൾ അഹന്തയും മമതയും നശിക്കും എന്ന് സാരം. സർവാത്മന നിഷ്കപടമായി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് മായയെ അതിക്രമിക്കാൻ കഴിയും. നമ്മൾ മായയെപ്പറ്റി കൂടുതൽ പരിശോധിക്കാതെ മായയെ അതിക്രമിക്കാനുള്ള വഴി നോക്കുക. അവർക്ക് പിന്നീട് ഒരിക്കലും ശരീരത്തിൽ അഭിമാനം ഉണ്ടാവില്ല. ഭഗവാന്റെ കാരുണ്യം അതാണ് വേണ്ടത്. ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത്. അത് സൂചിപ്പിക്കുകയാണ്. യേഷാം സ ഏവ ഭഗവാൻ നിർവ്യളീകം സർവാത്മന ആശ്രിതപദഃ യതി, നിഷ്കപടമായി സർവാത്മന എല്ലാ പ്രകാരത്തിലും ആശ്രിതപദഃ ആശ്രയിക്കപ്പെട്ട പാദപത്മത്തോടു കൂടിയവനായി ഭവിച്ചെങ്കിൽ, അനന്തഃ ഭഗവാൻ സഹ ഏവ യേഷാം ദയയേത്, അനന്തനായ ആ ഭഗവാൻ, ശാശ്വതനായ ഐശ്വര്യാദി ഗുണോപേതനായ ആ പരമപുരുഷൻ തന്നെ, യേഷാം യാതൊരുവരുടെ പേരിൽ ദയയേത് ദയ കാണിക്കും, കാരുണ്യം കാണിക്കും, കനിയുമോ, തേ അവർ ദുസ്തരാം ദേവമായാം തരണം ചെയ്യാൻ പ്രയാസമുള്ള ഈ മായയെ അതിതരന്തി എളുപ്പം തരണം ചെയ്യുന്നു. ശ്വസൃഗാലഭക്ഷിയെ, ശ്വ എന്ന് പറഞ്ഞ നായ, സൃഗാല എന്ന് പറഞ്ഞാൽ കുറുക്കൻ. നായയും കുറുക്കനും തീറ്റയാകുന്ന ഈ ശരീരത്തിൽ മമാ അഹം ഇതി ധീഹി യേഷാം ന, എൻ്റെ ഞാൻ എന്ന ധാരണ ഇവർക്കില്ല. ഭഗവാന്റെ കാരുണ്യം ഉണ്ടായാൽ നമുക്ക് ഈ തുച്ഛമായ ശരീരത്തിൽ ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ഇല്ലാതെ കഴിയും. അതുതന്നെയാണ് മായയെ ജയിക്കുക എന്ന് പറഞ്ഞാൽ. മനോഹരമായ ശ്ലോകം, വിചാരം ചെയ്യേണ്ട ശ്ലോകം, ശ്രദ്ധിക്കുക. അടുത്ത ശ്ലോകം 43-ാമത്തെ ശ്ലോകം. വേദാഹമംഗപരമസ്യ ഹി യോഗമായാം യൂയം ഭവശ്ച ഭഗവാനഥ ദൈത്യവര്യഃ പത്നീ മനോസ്സ ച മനുശ്ച തദാത്മജാശ്ച പ്രാചീന ബർഹിർഭുരംഗ ഉതധ്രുവശ്ച. എന്താ പറയണത്? അല്ലയോ അംഗ, ഹേ അംഗ,
വത്സ നാരദ എന്നർത്ഥം. ഈ ഭഗവാന്റെ മായാശക്തിയെ ഞാൻ അറിയുന്നു, അതുപോലെ നിങ്ങളും അറിയുന്നു. ജ്ഞാനനിധിയായ ശിവനും ഭക്തനായ പ്രഹ്ലാദനും സ്വയംഭൂമനുവും അറിയുന്നു. മനുവിൻ്റെ ഭാര്യയായ ശതരൂപ, അവരുടെ പുത്രന്മാരായ പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരും, പിന്നെ പ്രാചീന ബർഹിസ്, ഋഭു, വേനൻ്റെ പിതാവായ അംഗരാജാവ്, ധ്രുവൻ എന്നിവരും അറിയുന്നുണ്ട്. എങ്ങനെ അറിഞ്ഞു? ഭഗവാന്റെ കാരുണ്യം ഉണ്ടായപ്പോൾ അവരൊക്കെ അറിഞ്ഞു. അവരൊക്കെ ഭഗവാന്റെ കാരുണ്യത്താൽ മാത്രം അറിയുന്നു. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. കുറച്ച് മുമ്പ് അറിയുന്നില്ല പറഞ്ഞു. അറിയുന്നില്ല പറഞ്ഞാൽ കാരുണ്യം ഇല്ലെങ്കിൽ അറിയില്ല, ഭഗവാനെ ആശ്രയിച്ചില്ലെങ്കിൽ അറിയില്ല. ഭഗവാനെ ആശ്രയിച്ചപ്പോഴോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാം അറിയുന്നു. ഭഗവാനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി ഭവിക്കുന്നു. ഓടിനെ പറ്റി അറിഞ്ഞാൽ പിന്നെ ഉരുളി കണ്ടാലും വിളക്ക് കണ്ടാലും ഒക്കെ ഓട്. വാസ്തവമായ ജ്ഞാനം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തത്വം പറയാൻ സാധിക്കുന്നു. അതാണ് വർണ്ണിച്ചത്. ഹി അംഗ പരമസ്യ യോഗമായാം അഹം വേദ. എന്നാൽ അല്ലയോ നാരദരെ, ആ പരമപുരുഷൻ്റെ യോഗമായേ ഞാൻ അറിയുന്നു. അപ്പോൾ ഒരു സംശയം തോന്നാം, തൊട്ട് മുമ്പ് ഞാൻ അറിയുന്നില്ല പറഞ്ഞതിന് വിരുദ്ധാവില്ല അടുത്ത ശ്ലോകം. അത് ശ്രദ്ധിക്കണം. അങ്ങനെ തോന്നില്ല. തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിലാണ് ബ്രഹ്മാവ് പറഞ്ഞത് നാന്തം വിദാമി അഹമമീ എന്നാണ്. ഞാൻ അറിയുന്നില്ല, ഈ മുനിമാരറിയുന്നില്ല, ആരും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ടടുത്ത ശ്ലോകത്ത് പറയാണ് വേദാഹം, ഞാൻ അറിയുന്നു എന്നാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ടറിയുന്നു. അതാണ് താല്പര്യം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അറിയാൻ സാധിക്കുന്നു. മായയെപ്പറ്റി, മായയുടെ അന്തർജ്ഞാനമില്ലെങ്കിലും ഇത് മായയാണെന്ന് അറിയാം. അതാണ് ഇത്. ഈ പ്രപഞ്ചം മായയാണെന്ന് അല്ലയോ നാരദരെ ഞാൻ അറിയുന്നു. ഹി അംഗ വത്സ നാരദ പരമസ്യ യോഗമായാം, പരമപുരുഷൻ്റെ യോഗമായേ അഹം വേദ, ഞാൻ അറിയുന്നു. അഥ അതിന് പുറമെ യൂയം, നിങ്ങളും, ഭഗവാൻ ഭവഃ ച, സർവജ്ഞനായ പരമശിവനും, ദൈത്യവര്യ പ്രഹ്ലാദനും, അസുരന്മാരുടെ കേമനായ പ്രഹ്ലാദനും, മനോഹോ പത്നീച്ച, സ്വയംഭൂമനുവിൻ്റെ പത്നിയായ ശതരൂപയും, സഹ മനുഹു ച, ആ മനുവും, തദാത്മജ ച, മനുവിൻ്റെ പുത്രന്മാരും, പ്രിയവ്രതന ഉത്താനപാദനൊക്കെ, പ്രാചീനബർഹി, പ്രാചീനബർഹിസ് എന്ന രാജർഷിയും, ഋഭുഹു അംഗഹ ഉത ധ്രുവഹ ച, ഋഭുമുനിയും അംഗരാജാവും മാത്രമല്ല ധ്രുവനും അറിയുന്നു. ഇവരൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അറിയുന്നു. കാരുണ്യം ഇല്ലാത്ത കാലത്ത് അവരറിഞ്ഞില്ല, കാരുണ്യം ഉണ്ടായപ്പം അവരറിഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നാരദരെ. ഭഗവാനെ സർവാത്മന ആശ്രയിച്ചതിനാൽ അവിടുത്തെ മായ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹർഷിമാരായ നിങ്ങൾക്കും ഭഗവാനെ ആശ്രയിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. പരമേശ്വരനും പ്രഹ്ലാദനും സ്വയംഭൂമനുവും, സ്വയംഭൂമനുവിൻ്റെ പത്നിയായ ശതരൂപയും, മനുപുത്രന്മാരായ പ്രിയവ്രതൻ ഉത്താനപാദൻ എന്നിവരും, പ്രാചീന ബർഹിസ്, ഋഭു മഹർഷി, അംഗരാജാവ്, ധ്രുവൻ എന്നിവർക്കും ഭഗവാനെ ആശ്രയിച്ചപ്പോൾ അതറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കൂ എന്ന് നമ്മളോട് പറയാണ്. എന്നാൽ ഈ മായയെ തരണം ചെയ്യാൻ സാധിക്കും. ആശ്രയിക്കുന്നില്ലെങ്കിലോ ബ്രഹ്മാവിന് പോലും ഇതറിയാൻ സാധിക്കില്ല, മായയെ തരണം ചെയ്യാൻ സാധിക്കില്ല എന്നർത്ഥം. 44-ാമത്തെ ശ്ലോകം. ഇക്ഷ്വാകുരൈളം മുചുകുന്ദ വിദേഹഗാധിരഘ്വംബരീഷസഗരാഗയനാഹുഷാദ്യാഃ മാന്ധാത്രളർക്കശതധന്വനുരന്തി ദേവാ ദേവവ്രതോ ബലിരമൂർത്തരയോ ദിലീപഃ സൗഭര്യുതംഗശിബിദേവലപിപ്പലാദസാരസ്വതോദ്ധവപരാശരഭൂരിഷേണാഃ യേന്യേ വിഭീഷണ ഹനൂമതുപേന്ദ്രദത്തപാർത്ഥാർഷ്ടിഷേണ വിദുരശ്രുതദേവവര്യാഃ. 44-45 ശ്ലോകങ്ങൾ. എന്താ പറയേണ്ടത്? ഇക്ഷ്വാകു, പുരൂരവസ്, മുചുകുന്ദൻ, നിമിരാജാവ്, ഗാധി, രഘു,
അംബരീഷൻ, സഗരൻ, ഗയൻ, യയാതി, മാന്ധാതാവ്, അളർക്കൻ, ശതധന്വാവ്, അനു, രന്തിദേവൻ, ഭീഷ്മര്, മഹാബലി, അമൂർത്തരയൻ, ദിലീപൻ, സൗഭരി, ഉതങ്കൻ, ശിബി മഹാരാജാവ്, ദേവലൻ, പിപ്പലാദൻ, സാരസ്വതൻ, ഉദ്ധവൻ, പരാശരൻ, ഭൂരിഷേണൻ, വിഭീഷണൻ, ഹനുമാൻ, ശ്രീശുകൻ, പാണ്ഡവര്, ആർഷ്ടിഷേണൻ, വിതുരൻ, ശ്രുതദേവൻ എന്നിവർക്കും ഭഗവാന്റെ മായയെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. പേര് പറയുകയാണ്, കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ ഭഗവാന്റെ മഹിമയെ, ഇവരൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ മഹിമയെ അറിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അത് അന്വയിക്കാനൊന്നുമില്ല. ആ പദങ്ങൾ, ആ പേരുകളാണ് ഒക്കെ പറഞ്ഞത്. ഭഗവാനെ അറിഞ്ഞവനായ ഭക്തശ്രേഷ്ഠന്മാരെക്കുറിച്ച് വിവരിച്ചതാണ്. അതുകൊണ്ടത് വിസ്തരിക്കുന്നില്ല. 46 ശ്ലോകം നോക്കാം. തേ വൈ വിദന്ത്യതിതരന്തി ച ദേവമായാം സ്ത്രീശൂദ്രഹൂണശബരാ അപി പാപജീവാഃ യദ്യദ്ഭുതക്രമപരായണശീലശിക്ഷാസ്തിര്യഗ്ജന അപി കിമു ശ്രുതധാരണായേ. എന്താ പറയേണ്ടത്? 46 ശ്ലോകത്തിൽ സ്ത്രീകൾ, ശൂദ്രന്മാർ, ഹൂണന്മാർ, കിരാതന്മാർ ഇവരൊക്കെ കുറച്ച് മോശക്കാരായിട്ടാണ് കണക്കാക്കുക. പക്ഷേ അത്ഭുതകരമായ പാദവിക്രമം ചെയ്ത ഭഗവാന്റെ പേരിൽ ഭക്തി ശീലിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഇവർക്കും ഭഗവാനെ അറിയാൻ സാധിക്കും, ഭഗവാന്റെ മായയെ തരണം ചെയ്യാൻ സാധിക്കും. മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷി മൃഗാദികളായ തിര്യക്കുകൾക്ക് കൂടി ഭഗവാനെ അറിഞ്ഞ് ശാന്തി അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ശാസ്ത്രാഭ്യാസം ലഭിച്ച് ഭഗവാനെ ധ്യാനിക്കുന്നവർ ഈശ്വരമായയെ കടന്നു പോകുമെന്ന് എടുത്തു പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. യേ വൈ വിദന്ത്യതിതരന്തി ച ദേവമായാം സ്ത്രീശൂദ്രഹൂണശബരാ അപി പാപജീവാഃ അദ്ഭുതക്രമപരായണശീലശിക്ഷാഃ. ഭഗവത് ഭക്തന്മാരുടെ സ്വഭാവഗുണവും ശിക്ഷണവും ഉള്ളവരായിട്ട് യതി ഇരിക്കുന്നുവെങ്കിൽ, സത്സംഗമുണ്ടെങ്കിൽ, ഈശ്വരനെ കിട്ടണമെന്ന ആ ഒരു ആഗ്രഹത്തോടു കൂടി സാധന അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ, പാപജീവാഹ, പാപികൾ എന്ന് നമ്മൾ, അല്ലെങ്കിൽ മോശക്കാർ എന്ന് നമ്മൾ മാറ്റി നിർത്തുന്നവരാണെങ്കിൽ പോലും, സ്ത്രീകൾക്ക് കുറേ പരിമിതികളുണ്ടെന്ന് പറയാറുണ്ട്, ശൂദ്രർക്ക് പരിമിതികളുണ്ടെന്ന് പറയാറുണ്ട്. ഇനി ഹൂണന്മാരോ കിരാതന്മാരോ ഒക്കെ ആവട്ടെ, അതൊക്കെ പല വിഭാഗക്കാരാണ്. അവർക്ക് പോലും തിര്യഗ് ജനാഹ, അവരുടെ കാര്യം നിൽക്കട്ടെ, പക്ഷിമൃഗാദികൾക്ക് പോലും സാധിക്കും, പിന്നെ അവരുടെ കാര്യം പറയാനുണ്ടോ? തേവൈ, അവർ പോലും ദേവമായാം വിദന്തി, ഈശ്വരമായെ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കുക മാത്രമല്ല, അതിതരന്തി, അതിനെ മറികടക്കുകയും ചെയ്യുന്നു. ശ്രുതധാരണാഹ യേ കിമു. അപ്പം ഭഗവത് സ്വരൂപത്തിൽ മനസ്സ് ഉറപ്പിച്ച ഭക്തന്മാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? അതാണ് ചോദ്യം. വ്യക്തല്ലേ? സ്ത്രീകൾ, ശൂദ്രർ, ഹൂണർ, കാട്ടാളന്മാർ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിവർ പോലും ഭക്തിമാർഗത്തെ അവലംബിക്കുകയാണെങ്കിൽ അവർക്ക് ഭഗവാന്റെ മായയെ അറിയാനും അതിക്രമിക്കാനും സാധിക്കും. ആ സ്ഥിതിക്ക് വേദത്തെ ശ്രദ്ധിച്ച് പഠിച്ച, ഭക്തി വളർത്തിയ ആളുകളെപ്പറ്റി പറയാനുണ്ടോ എന്നർത്ഥം. 47 ശ്ലോകം നോക്കാം. 47. ശശ്വത് പ്രശാന്തമഭയം പ്രതിബോധമാത്രം ശുദ്ധം സമം സദസത പരമാത്മതത്വം ശബ്ദോ നയത്ര പുരുകാരകവാൻ ക്രിയാർത്ഥോ മായാപരൈത്യഭിമുഖേ ച വിലജ്ജമാന. എന്താ പറയണത്? എപ്പോഴും ശാന്തവും ഭയരഹിതവും ജ്ഞാനസ്വരൂപവും ശുദ്ധവും ഒരേ രൂപത്തിലിരിക്കുന്നതും സ്ഥൂല സൂക്ഷ്മങ്ങൾക്ക് അതീതവുമാണ് ആ തത്വം, ആ പരമാത്മതത്വം. മനഃശുദ്ധിക്കുള്ള പലവിധ കർമ്മങ്ങളെ വിധിക്കുന്ന വേദവാക്യങ്ങൾക്ക് പോലും ആ പരമാത്മതത്വത്തെ വേണ്ട വിധത്തിൽ വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേദം പോലും എന്തേ ചെയ്യണുള്ളൂ? മനഃശുദ്ധിക്കുള്ള ഉപായങ്ങളെപ്പറ്റി പറയാമെന്നല്ലാണ്ട് ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ വേദത്തിനും വേണ്ടതുപോലെ സാധിച്ചിട്ടില്ല. മായയ്ക്ക് പരമാത്മാവിൽ പ്രവേശവും ഇല്ല.
അതാണ് ആ ഭഗവാന്റെ വാസ്തവമായ രൂപം. അതിനെ തന്നെയാണ് ബ്രഹ്മം, ആനന്ദം, സച്ചിദാനന്ദം എന്നൊക്കെ പറയുന്നത്. ആ ബ്രഹ്മത്തെ അനുഭവിച്ചാൽ പിന്നെ കർമ്മത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ കർമ്മങ്ങളും ആ ബ്രഹ്മത്തെ അനുഭവിക്കാനാണ്. അനുഭവിച്ചാൽ പിന്നെ കർമ്മത്തിൻ്റെ ആവശ്യമില്ല. അതിനാൽ പിന്നെ എല്ലാവിധ കർമ്മങ്ങളും ഉപേക്ഷിക്കാം. ഇതാണ് പരമമായ ലക്ഷ്യം. എല്ലാ ചടങ്ങുകളും കർമ്മങ്ങളും ഒക്കെ ഇവിടെ എത്താനാണ്. എല്ലാത്തിൻ്റെയും ലക്ഷ്യം ബ്രഹ്മമാണ്, സർവവ്യാപിയായ ഭഗവാനാണ് എന്നർത്ഥം. ആ 2 ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. 47ഉം 48ഉം ഒരുമിച്ച്. ശശ്വത് പ്രശാന്തമഭയം പ്രതിബോധമാത്രം ശുദ്ധം സമം സദസത പരമാത്മതത്വം ശബ്ദോ നയത്ര പുരുകാരകവാൻ ക്രിയാർത്ഥോ മായാപരൈത്യഭിമുഖേ ച വിലജ്ജമാന തദ്വൈ പദം ഭഗവത പരമസ്യ പുംസോ ബ്രഹ്മേതി യദ്വിദുരജസ്രസുഖം വിശോകം സദ്രംനിയമ്യ യതയോ യമകർത്തഹേതിം ജഹ്യുസ്വരാടിവ നിപാനഘനിത്രമിന്ദ്രഃ യത് ബ്രഹ്മ ഇതി വിദുഹു. എന്തിനെയാണോ ബ്രഹ്മമെന്നിങ്ങനെ ഋഷിമാർ പറയണത്, തത് വൈ പരമസ്യ പുംസഃ, അതാണ് പരമപുരുഷനായ പരമാത്മാവായ ഭഗവാന്റെ പദം, സ്വരൂപം. ശശ്വത് പ്രശാന്തം, എന്നെന്നും ശാന്തമായി നിലകൊള്ളുന്ന, ഒരിക്കൽ പോലും ദുഃഖമില്ലാത്ത ശാന്തമായി നിലകൊള്ളുന്ന ശശ്വത് പ്രശാന്തം. അജസ്രസുഖം, നിത്യാനന്ദം, ആനന്ദത്തിന് ഒരിക്കൽ പോലും കോട്ടമേൽക്കുന്നില്ല, നിത്യാനന്ദം. സമം, ഇതിന് സമമായിട്ട് വേറൊന്നുമില്ല, നിർദ്വന്ദ്വം. അഭയം, അഭയസ്ഥാനമാണ്, നിർഭയം. വിശോകം, അവിടെ ശോകമില്ല, ദുഃഖമില്ല. സതസതഃ, സത്തിൽ നിന്നും അസത്തിൽ നിന്നും ഭിന്നമായത്, രൂപാദി വിഷയങ്ങളിൽ നിന്നും ചക്ഷുരാദി ഇന്ദ്രിയങ്ങളിൽ നിന്നും പരം, അതീതമായത്. സതസതപരം, സത്തിൽ നിന്നും അസത്തിൽ നിന്നും പരമായത്. ശുദ്ധം, നിർമ്മലമായിരിക്കുന്ന പ്രതിബോധമാത്രം, ജ്ഞാനൈകരസമാണ് ആ ബ്രഹ്മം, ബോധം, ആത്മതത്വം. ആത്മാവിൻ്റെ ആ ജ്ഞാതാവിൻ്റെ സ്വരൂപമായതും അതുതന്നെ. യത്ര, അതിൽ, യാതൊന്നിൽ, ശബ്ദ പുരുകാരകവാൻ, ശബ്ദം ബഹുകാരകങ്ങളാൽ സാധ്യമാകുന്ന, ക്രിയാർത്ഥ, ക്രിയാഫലം, ന ഇരിക്കുന്നില്ല, മായാച മായയും, അഭിമുഖേ വിലജ്ജമാന നേരിടുമ്പോൾ ലജ്ജിച്ച്, പരൈതി ഓടിമറയുന്നു. യതയ യത്നിക്കുന്ന സാധകന്മാർ, സദ്ധ്യക്ക് അവരുടെ കിങ്കരനായി തീർന്ന മനസ്സിനെ, യം നിയമ്യ യാതൊരു ഈ സച്ചിദാനന്ദ ബ്രഹ്മസ്വരൂപനെക്കുറിച്ച് നിയമ്യ സ്ഥിരീകരിച്ച ശേഷം, അകർത്തഹേതിം ഭേദനിരാസത്തിനുള്ള ആയുധത്തെ, ഉപകരണത്തെ, സ്വരാട് സ്വയം വൃഷ്ടിയുടെ ദേവനായി വിരാജിക്കുന്ന ഇന്ദ്രഃ ഇന്ദ്രൻ, നിപാനഘനിത്രം ഇവ ജഹ്യുഹു കിണർ കൊഴിക്കുന്ന ആയുധം എന്നാണ്. അതാണ് നിപാനഘനിത്രം, കിണർ കൊഴിക്കാനെടുക്കുന്ന ആയുധത്തെ. ഇവ എന്ന പോലെ ജഹ്യുഹു ഉപേക്ഷിക്കും. എന്താ പറയണത്? എപ്പോഴും പ്രശാന്തവും ഭയരഹിതവും ജ്ഞാനസ്വരൂപമായതും പരിശുദ്ധവും എല്ലാവിധത്തിലും സമമായതും കാര്യകാരണങ്ങളെ കടന്നിരിക്കുന്നതും ആത്മതത്വവും ആനന്ദസ്വരൂപിയുമായിരിക്കുന്നതും ശോകമില്ലാത്തതുമായ ആ ബ്രഹ്മത്തെ മുനിമാർ അറിയുന്നുവോ? ആ ബ്രഹ്മം ഭഗവാന്റെ സ്വരൂപം തന്നെ. അതുതന്നെയാണ് ഭഗവാന്റെ സ്വരൂപം. സച്ചിദാനന്ദം ബ്രഹ്മ. ആ ബ്രഹ്മത്തെ കർത്താവ്, കർമ്മം, കാരണം എന്നിങ്ങനെ കാരകങ്ങളോട് കൂടിയതും ധാത്വർത്ഥങ്ങളെ പ്രധാനമായി ധരിച്ചിരിക്കുന്ന വേദത്തിനും ശരിയായി വർണ്ണിക്കുവാൻ ശക്തിയില്ല, ശക്തിയുള്ളതല്ല. ആ ബ്രഹ്മത്തെ പറ്റി പറയാൻ ശബ്ദത്തിന് സാധിക്കില്ല, വാക്കുകൾക്ക് സാധിക്കില്ല. അത് വാക്കിന് വിഷയമല്ല. ആ ബ്രഹ്മസ്വരൂപത്തിൻ്റെ മുന്നിൽ മായ പോലും ലജ്ജ കൊണ്ട് വളരെ ദൂരത്ത് പോയിരിക്കും.
ഉത്സാഹികളായ സാധകന്മാർ, മഹാന്മാർ ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ അടക്കിയിട്ട് ഭഗവാനായ പരമപുരുഷൻ്റെ ബ്രഹ്മം എന്ന് പറയുന്ന ആ പദത്തിൽ മനസ്സിനെ നിർത്തുന്നു. വർഷത്തിൻ്റെ അധിപനായ ദേവേന്ദ്രന് കിണർ കുഴിക്കാനുള്ള ആയുധം ആവശ്യമില്ലാത്തതുപോലെ മഴയുടെ അധിപനാണ് ഇന്ദ്രൻ. ഇന്ദ്രന് വെള്ളം കിട്ടാൻ കിണർ കുഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതുപോലെ മഴയുടെ അധിപനായ ഇന്ദ്രന് കിണർ കുഴിക്കുന്ന ഉപകരണങ്ങൾ ആവശ്യമില്ലല്ലോ. അതുപോലെ യോഗികൾക്ക് മറ്റ് കർമ്മങ്ങളും ആവശ്യമില്ല എന്ന് സാരം. അവർക്ക് മറ്റ് സാധനകൾ ചെയ്യേണ്ട കാര്യമില്ല. അവരാ ബോധത്തെ അറിഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. വ്യക്തമായില്ലേ? എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉപകരണം ഉപേക്ഷിക്കാം. കാരണം തിരിച്ചു വരാനുള്ള ഉദ്ദേശമില്ല. എപ്പോഴും ആനന്ദമായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ അതിന് സഹായിച്ച ഉപകരണം ഒഴിവാക്കാം. അക്കരെ എത്തിയാൽ പിന്നെ തോണി വേണ്ട. ഇങ്ങോട്ട് വരാനുള്ള ഉദ്ദേശമില്ലല്ലോ. അക്കരെ എത്തിയ തോണിയിൽ നിന്ന് ഇറങ്ങണം. അതാണ്. സാധനങ്ങളൊക്കെ നിർത്തണം. തോണി ഇഷ്ടമായി എന്ന് പറഞ്ഞ് തോണിയിലിരിക്കരുത്. കർമ്മങ്ങളൊക്കെ നല്ലത് തന്നെ ചിത്തശുദ്ധിക്ക്. ചിത്തശുദ്ധമായി ആ കർമ്മത്തെയും ഉപേക്ഷിക്കേണ്ടതുണ്ട്. യോഗി ആ കർമ്മത്തെയും ഉപേക്ഷിക്കുന്നു എന്ന് സാരം. 49ാമത്തെ ശ്ലോകം നോക്കാം. സശ്രേയസാമപി വിഭുർഭഗവാൻ യതോസ്യ ഭാവസ്വഭാവവിഹിതസ്യ സതപ്രസിദ്ധി ദേഹേ സ്വധാതു വിഗമേനു വിശീര്യമാണേ വ്യോമേവ തത്ര പുരുഷോ ന വിശീര്യതേജഃ. എന്താ പറയണത്? ശ്രേയസാമപി വിഭു ഭഗവാൻ യതോസ്യ ഭാവസ്വഭാവവിഹിതസ്യ സതപ്രസിദ്ധി ദേഹേ സ്വധാതു വിഗമേനു വിശീര്യമാണേ വ്യോമേവ തത്ര പുരുഷോ ന വിശീര്യതേജഃ. ആത്മാവ് നശിക്കുന്നില്ല. ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല. വീട് ദഹിക്കുമ്പോൾ അതിനുള്ളിലുള്ള ആകാശം ഇല്ലാണ്ടാവുന്നുണ്ടോ? നമ്മളിവിടെ ഒരു കലം വെച്ചു. ആ കലത്തിലെ ആകാശം, പുറമുള്ള ആകാശത്തിന് മഹാകാശം എന്നും പറയാം. കലത്തിലുള്ള ആകാശത്തെ കലാകാശം അല്ലെങ്കിൽ കലത്തിലുള്ള ആകാശം എന്ന് പറയാം. ആ കലം അങ്ങോട്ട് പൊട്ടി എന്ന് കരുതിയിട്ട് ഉള്ളിലുള്ള ആകാശം പൊട്ടിപ്പോകുന്നുണ്ടോ? ഇല്ല. ആ ആകാശം പുറമുള്ള ആകാശത്തിനോട് ലയിച്ചു എന്നും പറയണ്ട. അതൊക്കെ വ്യവഹാരത്തിൽ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ഇത് ലയിക്കാൻ അത് വേറെ ആയിട്ടില്ല. നമ്മൾ കലം വെച്ചിട്ട് വേറെ ഒന്നും നമ്മൾ കണക്കാക്കുകയാണ്. ഇതുപോലെ ശരീരം വീണു പോകുമ്പോഴും ശരീരമില്ലാണ്ടാവുമ്പോഴും ആത്മാവ് നശിക്കുന്നില്ല. ദേഹത്തിലെ ധാതുക്കൾ അവയുടെ കാരണദ്രവ്യത്തിൽ ലയിക്കുമ്പോൾ അതിനനുസരിച്ച് നശിക്കുന്ന ശരീരത്തിൽ വസിച്ചിരുന്ന ജീവാത്മാവ് നശിക്കുന്നില്ല എന്നർത്ഥം. ആ ജീവൻ ഒന്ന് സൂക്ഷിച്ച ജീവനെ പരിശോധിച്ചാൽ അത് തന്നെയാണ് ഭഗവാൻ. ഉപാധിയിൽപ്പെടുമ്പോൾ ജീവൻ എന്ന് പേര്, ഉപാധി നീങ്ങിയാൽ ആത്മാവെന്ന് പറയും. അതാണ് ഇവിടെ വർണ്ണിച്ചത്. സ്ഥൂല ശരീരത്തിൻ്റെ സമഷ്ടിയായ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി അത് ആ പരമാത്മാവായ ഭഗവാനിൽ നിന്നാണ്. ശരീരം നശിച്ചാലും സർവവ്യാപിയായ ആ ഭഗവാന് അല്ലെങ്കിൽ ആത്മതത്വത്തിന് ഒരിക്കലും നാശമില്ല. ശരീരത്തിൻ്റെ അകവും പുറവും ആകാശം എന്ന പോലെ നിറഞ്ഞിരിക്കുന്നു ആത്മാവ്. അകത്തും പുറത്തും ആത്മാവ് തന്നെ. ആത്മാവല്ലാണ്ട് വേറൊന്നുമില്ല. സോയം തേ അഭീതസ്താതാ ഭഗവാൻ വിശ്വഭാവന സമാസേന ഹരേർന്ന അന്യതന്യസ്മാത് സത് സച്ചയത്. അല്ലെങ്കിൽ നാരദരെ, ജഗത്തിൻ്റെ ഉത്പത്തിക്ക് കാരണഭൂതനായ ഭഗവാനെക്കുറിച്ച് ഞാൻ അങ്ങേക്ക് ചുരുക്കി വിവരിച്ചു തന്നു. ഭഗവാനല്ലാണ്ട് വേറൊന്നുമില്ല. ശ്രീഹരിയല്ലാണ്ട് മറ്റൊന്നും ഇവിടെ ഇല്ല. കാണപ്പെടുന്ന എല്ലാ കാര്യകാരണങ്ങളുടെയും മൂലകാരണമാണ് ഭഗവാൻ. കാര്യം കാരണം രണ്ടുണ്ടെന്ന് നമുക്ക് തോന്നും. ഒന്ന് ശ്രദ്ധിച്ചാൽ രണ്ടില്ല. കാര്യം തന്നെയാണ് കാരണം. കാര്യം കാരണത്തിൽ നിന്നും ഭിന്നമല്ലാത്തതുപോലെ ഭഗവാനിൽ നിന്ന് ഭിന്നമായ ഒരു പ്രപഞ്ചം ഇല്ല. അതാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണഭൂതനായ ഭഗവാനെ പറ്റി ഇങ്ങനെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. കാര്യകാരണങ്ങളുടെ മൂലകാരണം അത് ഈ ഭഗവാനാണ്. സ്വർണത്തിൽ നിന്ന് വേറെയായിട്ട് ആഭരണം ഇല്ലാത്തതുപോലെ
മാലയാണെങ്കിലും വളയാണെങ്കിലും ഒക്കെ അത് ഭിന്നമായിട്ട് തോന്നും. നാമത്തെയും രൂപത്തെയും ശ്രദ്ധിച്ചുകൊണ്ടാണ്. വള വേറെ, മാല വേറെ, 2 വള 3 മാല എന്നൊക്കെ നമുക്ക് പറയാം. സ്വർണത്തെ ശ്രദ്ധിച്ചാലോ, ആകൃതി നോക്കുമ്പോഴാണ് പ്രശ്നം. നാമത്തെയും രൂപത്തെയും ശ്രദ്ധിക്കുമ്പോഴാണ് പലതുകൾ. അതിൻ്റെ മൂലകാരണത്തെ ശ്രദ്ധിക്കുമ്പം സ്വർണത്തിൽ നിന്ന് വേറെയായി ആഭരണമില്ല. അതുപോലെ ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നും ഇവിടെ ഇല്ല. എന്ത് കാണുമ്പോഴും അത് ഭഗവാൻ എന്നുള്ള സത്യം അറിയുക. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു എന്നാണ്. അല്ലയോ നാരദരെ, വിശ്വഭാവന ഭഗവാൻ സഹ അയം സമാസേനത്തെ അഭീത. അല്ലയോ നാരദരെ, പ്രപഞ്ചത്തിൻ്റെ രചയിതാവും ഐശ്വര്യാദി ഗുണസമ്പന്നനുമായ ഈ ഭഗവാൻ ശ്രീഹരിയെ പറ്റി അങ്ങേക്ക് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തന്നു. സത് അസത് ച, കാര്യരൂപമായും കാരണരൂപമായും, യത് ഏതെല്ലാമോ അതെല്ലാം, അന്യസ്മാത് ഹരേഹെ അന്യത് ന, അത് ഭഗവാൻ അന്യമായ ഒന്നുമല്ല. ഈ കാണുന്നതൊന്നും ഭഗവാൻ അന്യമായതല്ല എന്നർത്ഥം. എല്ലാം ഭഗവാൻ തന്നെ. അതാണ് സാരം. ഇദം ഭാഗവതം നാമ യന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേതത് വിപുലീകുരു. ഭഗവാന്റെ വിഭൂതികളെക്കുറിച്ച് ഭഗവാനാൽ എന്നോട് ചുരുക്കി പറയപ്പെട്ട ഈ സർവവും തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ തക്ക വിധത്തിൽ ഇതിനെ വിസ്തരിച്ച് പറയണേ നാരദരെ എന്ന് പറയാണ്. ഭഗവാന്റെ അവതാരങ്ങളുടെയും ലീലകളുടെയും ഐശ്വര്യങ്ങളുടെയും ചുരുക്കമാണ് ഞാനിപ്പോൾ അങ്ങേക്ക് പറഞ്ഞത്. ഇതിനെയാണ് സജ്ജനങ്ങൾ ഭാഗവതം എന്ന് പറയുന്നത്. ഞാനത് ചുരുക്കി ഉപദേശിച്ചു, അങ്ങത് വിസ്തരിച്ച് ലോകത്തിന് ഉപദേശിക്കണം. യത് ഇതം ഭാഗവതം നാമ അയം വിഭൂതീനാം സംഗ്രഹ ത്വം ഏതത് വിപുലീകുരു എന്നാണ്. ഭഗവാനാൽ എനിക്കായി ഉപദേശിക്കപ്പെട്ട ഈ തത്വം ഭാഗവതം എന്ന പേരുള്ളതാകുന്നു. ഇത് ഭഗവത് വിഭൂതികളുടെ ചുരുക്കമാണ്. നീ ഇതിനെ വിസ്തരിച്ചു കൊള്ളുക, വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുക. എങ്ങനെ പറഞ്ഞു കൊടുക്കണം? യഥാഹരൗ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കല്പ്യ വർണ്ണയ. കേൾക്കുന്നവർക്ക് എല്ലാത്തിലും ആ ഈശ്വരനെ കാണാറാവണം, അനുഭവിക്കാറാവണം. എല്ലാവരിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനും എല്ലാത്തിനും ആധാരഭൂതനുമായ ഭഗവാനിൽ ജനങ്ങൾക്ക് ഭക്തി ഉണ്ടാവത്തക്ക വിധത്തിൽ ഈ ഭാഗവത്തെ അങ്ങ് വിസ്തരിച്ച് ഉപദേശിക്കണം എന്നാണ്. ഭഗവാനായ ശ്രീഹരിയിൽ ജനങ്ങൾക്ക് പ്രേമം ആണ്, ഭക്തി വർദ്ധിക്കണം. യാതൊന്നു കാണുമ്പോൾ നാരായണ പ്രതിമ, എന്ത് കാണുമ്പോഴും മനസ്സ് ഏതിൽ ചെന്നൊട്ടുമ്പോഴും അത് ബ്രഹ്മമാണെന്ന് അറിയാൻ സാധിക്കണം. ആ പാകത്തിന് ഭാഗവത്തെ വർണ്ണിക്കൂ എന്നാണ്. മായാം വർണ്ണയതോ മുഷ്യ ഈശ്വരസ്യാനുമോദതഃ ശൃണ്വത ശ്രദ്ധയാ നിത്യം മായയാത്മാനമുഹ്യതി. ഭഗവാന്റെ മായയെ വർണ്ണിക്കുകയോ അനുമോദിക്കുകയോ ദിവസേന കേൾക്കുകയോ ചെയ്യുന്നവരെ മായ ബാധിക്കില്ല. മനസ്സ് ഇത് വിട്ട് വേറെ ദിക്കിലേക്ക് പോവില്ല. അതുകൊണ്ട് നിത്യം ഭാഗവതത്തെ സേവിക്കുക ആണ്. ഈശ്വരൻ്റെ ഈ ലീലയെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധയോടെ വർണ്ണിക്കുകയോ അനുമോദിക്കുകയോ ദിവസേന കേൾക്കുകയോ ചെയ്യുന്നവൻ്റെ അന്ധക്കരണം മായയാൽ മോഹിക്കപ്പെടുകയില്ല. അന്ധക്കരണം അശുദ്ധമാവില്ല, ഹൃദയം ശുദ്ധമാവും, ബ്രഹ്മതത്വം അനുഭവിക്കാറാവും എന്നർത്ഥം. ശ്രീഹരയേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ ബ്രഹ്മനാരദ സംവാദേ സപ്തമോധ്യായ, 7ാമത്തെ അധ്യായം. എന്താ അതിൽ പറഞ്ഞത്? ഭഗവാന്റെ അവതാര കഥകളുടെ സംക്ഷേപം. പ്രഥമസ്കന്ധം 3ാമത്തെ അധ്യായത്തിൽ സൂതശൗനക സംവാദത്തിലുണ്ടത്. അതിൽ നിന്നല്പം ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ട് ബ്രഹ്മനാരദ സംവാദത്തിലെ ഈ ഒരു ഭാഗത്ത് കാണാം. കുറച്ചും കൂടി എണ്ണം, അവതാരങ്ങളുടെ എണ്ണം ഒന്ന് കുറച്ച് കൂട്ടി. അവതാരാഹ്യസംഖ്യയാഹ, അവതാരങ്ങൾക്ക് കണക്കില്ല. നമ്മളെന്തൊക്കെ കാണുന്നു അതൊക്കെ ഭഗവാന്റെ അവതാരമാണ്. ചെറിയ ചെറിയ ജീവജാലങ്ങളുണ്ട്, പ്രാണികളുണ്ട്, സൂക്ഷ്മമായും സ്ഥൂലമായും കാണുന്നതൊക്കെ ഈ ഭഗവാന്റെ അവതാരം തന്നെ. അങ്ങനെയാണെങ്കിലും ചില അവതാരങ്ങളെ എടുത്ത് പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കുന്ന, നമുക്ക് പ്രധാനം തോന്നുന്ന ആ ഭാഗങ്ങൾ, ആ രൂപങ്ങളൊക്കെ ഭഗവാന്റെ അവതാരം. ലോകത്തിനെ അനുഗ്രഹിക്കാനായിട്ട്
ഭഗവാൻ എടുത്ത ആ ജന്മത്തെയും കർമ്മത്തെയും നമുക്ക് പ്രധാനം തോന്നുന്നതിൽ ആദ്യം മനസ്സിനെ വയ്ക്കൂ, അത് ഭഗവാനായിട്ട് കാണൂ. പിന്നെ 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 എല്ലാത്തിലും ഭഗവാനെ കാണാറാവണം. ശത്രുവിലും മിത്രത്തിലും എല്ലാത്തിലും ഉള്ളത് ഭഗവാനാണെന്നുള്ളത് തിരിച്ചറിയണം. ഇതാണ് ഭാഗവതം. ഭഗവാനല്ലാണ്ട് മറ്റൊന്നുമില്ല. കാര്യവും കാരണവുമായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഓടിൽ നിന്ന് ഭിന്നമായി വളക്കില്ലാത്തതുപോലെ, സ്വർണത്തിൽ നിന്ന് ഭിന്നമായി സ്വർണ്ണാഭരണങ്ങളില്ലാത്തതുപോലെ, ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ അവതാരമാണ്. വള, മാല ഒക്കെ. വളയെ ശ്രദ്ധിച്ചാൽ സ്വർണത്തെ കാണാൻ സാധിക്കും. വാസ്തവത്തിൽ സ്വർണ്ണമാണുള്ളത്. ഇതുപോലെ അറിയാൻ നമുക്ക് സാധിക്കണം. ഈ തത്വം ബോധ്യമാവുന്ന മട്ടിൽ അല്ലയോ നാരദരെ അങ്ങത് പ്രചരിപ്പിക്കുക, സജ്ജനങ്ങളിൽ എത്തിക്കുക. അവരുടെ ഹൃദയം നിർമ്മലമാവട്ടെ, ഈ തത്വം അവർക്ക് ബോധിക്കട്ടെ. ഇനിയാണ് ഈ ബ്രഹ്മനാരദ സംവാദം അവിടെ അവസാനിക്കുകയാണ്. ഇനി 8ാമത്തെ അധ്യായമാണ്. അത് പരീക്ഷത്തെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അത് നമുക്ക് അടുത്ത അധ്യായം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.